പകുതി വില തട്ടിപ്പ് കേസിൽ CPM പ്രതിരോധത്തിൽ. പ്രതി അനന്തു കൃഷ്ണൻ CPMന്റെ പ്രമുഖ ജില്ലാ നേതാവിന് പണം നൽകിയെന്ന ആരോപണത്തിലാണ് പ്രതിരോധത്തിലായത്. ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസാണ് പണം കൈപ്പറ്റിയതെന്ന വാർത്തകൾ പരന്നതോടെ ആരോപണങ്ങൾ അത്രയും നിഷേധിച്ച് CPM CV വർഗീസും രംഗത്തെത്തി. പകുതി വില തട്ടിപ്പ് കേസ് പ്രതി അനന്തകൃഷ്ണന്റെ എന്ന പേരിൽ പുറത്തു വന്ന വഴികളിൽ ആഡിയോയിലേക്കാണ് CPM ഇടുക്കി ജില്ലാ നേതൃത്വം. UDF നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ട് എന്ന തരത്തിലെ മൊഴിയുള്ളതായാണ് സൂചന. CPMന്റെ പ്രമുഖ ജില്ലാ നേതാവിന് തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് വഴി 25 ലക്ഷം രൂപ നൽകിയെന്നതാണ് മൊഴി. തങ്കമണി സ്വദേശിയും തങ്കമണി സർവീസ് സഹകരണ ബാങ്കുമായി അടുത്ത് ബന്ധമുള്ളയാളാണ് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഇതോടെയാണ് ആരോപണങ്ങളുടെ മുന വർഗീസിലേക്ക് നീണ്ടത്. എന്നാൽ ഉയർന്ന ആരോപണങ്ങൾ അത്രയും നിഷേധിക്കുകയാണ് CV വർഗീസ്. ബാങ്കിൽ ഒരു അക്കൗണ്ട് പോലും ഇല്ല എന്ന് CV വർഗീസ് പറയുന്നു. ഞാനൊന്ന് വ്യക്തിപരമായി ആരോട് പൈസ മേടിക്കുന്ന ആളല്ല. ഒരാളുകളുടെ കയ്യിൽ നിന്ന് വ്യക്തിപരമായി പൈസ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയില്ല. ഞങ്ങളുടെ പാർട്ടിക്ക് ഇതിന്റെ സംഘടനാപരമായ ചിറ്റക്കെട്ട് എന്താ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ തങ്കമണിയിൽ എനിക്ക് അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾ പോയി അന്വേഷിക്കാൻ. എനിക്കൊരു ബാങ്കിൽ അക്കൗണ്ട് ഇല്ല. പിന്നെ തങ്കമണിയിലുണ്ട്, നിങ്ങൾ തങ്കമണി പോയി കണ്ടെത്തിക്കോളാൻ. അവിടെ ചെന്ന് അവരോട് ചോദിച്ചാൽ പറയല്ലേ, ഒരു വിവരം ആവശ്യപ്പെട്ട് നിങ്ങൾ കത്ത് കൊടുക്കുക. അതേസമയം അനന്തകൃഷ്ണൻ മൂലമറ്റം ഏരിയ കമ്മിറ്റി പാർട്ടി ഫണ്ടിലേക്ക് 2 ലക്ഷം രൂപ നൽകിയിട്ടുണ്ടെന്നും CV വർഗീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. 2 വർഷം മുമ്പ് വരെ CV വർഗീസിന് ബാങ്കുമായി ബന്ധപ്പെട്ട വായ്പാ ഇടപാടുകളും ഇതിനായി ഒരു അക്കൗണ്ടും ഉണ്ടായിരുന്നുവെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. പിന്നീട് ഈ അക്കൗണ്ട് നിശ്ചലമായി. അനന്തകൃഷ്ണൻ ബാങ്ക് മുഖേന യാതൊരു ഇടപാടും നടത്തിയിട്ടില്ല എന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. 2 വർഷം മുമ്പ് വായ്പ ഉണ്ടായിരുന്നു, അത് അടച്ചു തീർന്നു. ഇനി ബാങ്കോട്ട് യാതൊരു ഇടപാടില്ല. അത് കേവലം ഒരു മെമ്പറിന് മാത്രം. അല്ല, ഇവിടെ അങ്ങനെ ഒരു ഇടപാടുകളോ ഒന്നും നടന്നിട്ടില്ല. പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ബാങ്കിൽ അക്കൗണ്ടില്ല എന്ന് CV വർഗീസ് പറയുമ്പോഴാണ് ലോൺ അക്കൗണ്ട് ഉണ്ടായിരുന്നുവെന്ന് ബാങ്ക് പറയുന്നത്. CV വർഗീസിനെതിരെ മൊഴിയുണ്ടെങ്കിൽ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരാനാണ് സാധ്യത. ജനം, ഇടുക്കി.